മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, ഉൽപ്പത്തി 32-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളാണ് ഞാൻ ഈ വചന ശുശ്രൂഷയിലൂടെ ദൈവം എന്നെ ബോധ്യപ്പെടുത്തുന്നത് മാത്രമാണ് സംസാരിക്കുന്നത്. യാക്കോബിൻ്റെ മൽപ്പിടുത്തം. ആ രാത്രി തന്നെ യാക്കോബ് തൻ്റെ 2 ഭാര്യമാരെയും 2 പരിചാരികമാരെയും 11 മക്കളെയും കൂട്ടിക്കൊണ്ട് യാബോക്ക് എന്ന കടവ് കടന്നു. അവരെ അവൻ പുഴക്കക്കരെ കടത്തിവിട്ടു. തൻ്റെ സമ്പാദ്യം മുഴുവൻ അക്കരെ എത്തിച്ച് യാക്കോബ് മാത്രം ഇക്കരെ നിന്നു. അവിടെ വെച്ച് ഒരാൾ നേരം പുലരുന്നവരെ അവനുമായി മൽപ്പിടുത്തം നടത്തി. മൽപ്പിടുത്തത്തിനിടയിൽ യാക്കോബിൻ്റെ തുട അരക്കെട്ടിൽ നിന്ന് തെറ്റി. അവൻ പറഞ്ഞു, നേരം പുലരുകയാണ്, ഞാൻ പോകട്ടെ. യാക്കോബ് മറുപടി പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങേ ഞാൻ വിടുകയില്ല. അവൻ ചോദിച്ചു, നിന്റെ പേരെന്താണ്? യാക്കോബ്. അവൻ മറുപടി പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഇനിമേൽ നീ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. കാരണം ദൈവത്തോടും മനുഷ്യരോടും നീ മല്ലിട്ട് ജയിച്ചിരിക്കുന്നു. യാക്കോബ് അവനോട് പറഞ്ഞു, അങ്ങയുടെ പേര് എന്നോട് പറയണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എന്തിനാണ് എൻ്റെ പേരറിയുന്നത്? അവൻ ചോദിച്ചു. അവിടെ വെച്ച് അവൻ യാക്കോബിനെ അനുഗ്രഹിച്ചു. ഇന്നും നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്ന പേരാണ് ഇസ്രായേൽ. യാക്കോബിനെ ദൈവം അനുഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ഒരു മൽപ്പിടുത്തം ഈ പെനുവിൽ വെച്ച് നടക്കുന്നുണ്ട്. അവിടെ വെച്ചാണ് ഇസ്രായേൽ എന്നുള്ള ആ പേര് യാക്കോബിന് വരുന്നത്. തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാം, ദൈവം നമ്മളോട് പരീക്ഷകൾ നടത്തിയിട്ട് തന്നെയാണ് തൻ്റെ ഗണത്തിലേക്ക് പെടുത്തുകയുള്ളൂ. അതിന് പല സംവിധാനങ്ങൾ ദൈവത്തിനുണ്ട്. തൻ്റെ ദൈവദൂതന്മാരുണ്ട്, മറ്റു പലതും. തിരിച്ചറിയുക, ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുക, ദൈവത്തിനോട് ചേർന്ന് നിൽക്കുവാനുള്ള ആഗ്രഹം. നമുക്ക് പല തടസ്സങ്ങളെയും ഖണ്ഡിക്കേണ്ടതായിട്ട് വരും. അതിനുള്ള കൃപ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ബ്രദർ തോമസ് ജോർജ് പാണാശ്ശേരി.